കോട്ടയം കോടിമാത ചന്തയിൽ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഒരു വാക്കത്തേക്ക് ഫ്രണ്ടിൽ പോയി നിന്ന ഒരാൾ വീശിയപ്പോൾ എന്റെ ഫ്രണ്ടിൽ പോയി നിന്ന. ഡാബ്സി ഓർ ഫെജോ? ഞാൻ കൂടുതൽ ഒരു മ്യൂസിക് ലിറിക്സ് ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഫെജോയുടെ ലിറിക്സ് ആണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഡാബ്സിയുടെ അവിടെ മലബാറി സ്റ്റൈലാണ്. ഒരു 90% എനിക്ക് മനസ്സിലാറില്ല. ലിൽ വെയ്ൻ US ആർട്ടിസ്റ്റ് ആണ്. എന്റെ ഒരു ബിഗസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ് ലിൽ വെയ്ൻ. അപ്പോൾ അത് ഡ്രീം കൊളാബാണ്. ഇമ്പോസിബിൾ ആണ്. മമ്മൂട്ടി ഫാൻ ആണോ ലാലേട്ടൻ ഫാൻ ആണോ? ലാലേട്ടൻ. ഏതാണ് ഫേവറേറ്റ് മൂവി ഒക്കെ? നരസിംഹം, അതുപോലെ തന്നെ പ്രഭു. ലവ് മാരേജ് ആണോ ലവ് സ്റ്റോറി? സാധാരണ പോലെ നമ്മള് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടു, പുറകെ നടന്നു വളച്ചെടുത്തു. പ്രണയം ദുഃഖമാണ്, സിംഗിൾ ലൈഫല്ല സുഖപ്രദം. കല്യാണം കഴിച്ചോണ്ട് ഒരിക്കലും ഇതിനെപ്പറ്റി ആൾക്കാരോടൊന്നും തോന്നിയിട്ടില്ല. സെലിബ്രിറ്റി ക്രഷ്? അയ്യപ്പനോട് ക്രഷ് വന്നിട്ടുണ്ട്. മേഡം ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യ സ്നേഹിയും ഭൂമി സ്നേഹിയുമായിട്ടുള്ള ഒരു പച്ചയ മനുഷ്യൻ. എന്റെ സാധനം ഇതാണ്. ഇങ്ങനെ ഞാൻ ആക്ച്വലി ഡാൻസർ ആകാൻ വേണ്ടി ഇറങ്ങി റാപ്പറായ ഒരാളാണ്. ഡാൻസർ ആകാൻ വേണ്ടി മൈക്കിൾ ജാക്സന്റെ പാട്ട് കണ്ട് ഡാൻസ് കളിച്ച് അവസാനം റാപ്പറായ ആളാണ്. എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മലയാളം റാപ്പിന്റെ പയനിയേഴ്സ് എന്നുള്ള രീതിയിലാണ്, തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ്. മലയാളിടാന്നുള്ള സോങ് ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഈ ജാനറ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തോണ്ടിരുന്നത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു സെഗ്മെന്റ് ആവാം. ആ സെഗ്മെന്റിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇൻ ആൻഡ് ഔട്ട് തിരുമാലിസം. ഓക്കെ, ഇത് റാപ്പിഡ് ഫയർ പോലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവങ്ങൾ പറയണം. ഓക്കെ, അതിന് മുന്നേ ഇതെന്തൊരു വെട്ട്? ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉണ്ടല്ലോ, അത് വേറെ ആണോ? കോട്ടയം കോടിമാത ചന്തയിൽ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോ ഒരു വാക്കത്തേക്ക് ഫ്രണ്ടിൽ പോയി നിന്ന ഒരാൾ വീശിയപ്പോ എന്റെ ഫ്രണ്ടിൽ പോയി നിന്ന. ഞാൻ പറയില്ലേ, ഇത് ചെറുപ്പത്തിൽ കമ്പിത്തിരി ഞാൻ കുറച്ചു നേരം ധാരണ കൂടെയാ ഞാൻ വിചാരിച്ചു പോയി. കമ്പിത്തിരിട്ടിനെ കറക്കി കളിച്ചപ്പോ ഇങ്ങനൊന്ന് പൊള്ളി. അല്ല ഇത് എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് കഥ മാറ്റി പറഞ്ഞല്ലേ? അല്ല അതാണ് സത്യം. മറ്റേ വിഷുവിന് പടം കത്തിച്ചപ്പോ കറക്കിയതാണ്. അപ്പൊ ഒരു കമ്പിത്തിരി തിരിച്ചു വന്ന് ഇങ്ങനൊന്ന് കൊണ്ട്, പിന്നെ ഇത് ഞാൻ അവിടെ നെറ്റിയടിച്ച് വീണതാണ്. ഇത് രണ്ട് വേറെ കണ്ടിന്യൂഷൻ പോലെ ആയതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഗാങ്സ്റ്റർ വാറിന്റെ നടന്നതാണെന്നല്ലേ? ഇതെന്താണ് മോളിലത്തെ? ഇത് ഞാനിങ്ങനെ ഓടിപ്പോയി വീണതാണ്. കല്ലിന്റെ പക്കത്ത് ഇടിച്ച് വീണിട്ട്. ഇതേമാതിരി വേറെ എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉണ്ടോ? ഇനിയില്ല. ടാറ്റൂസ് ഇതാണ്. ഓ, നാടൻ റാപ്പ്. ഓക്കെ, ഇത് സ്വന്തം ക്രിയേറ്റഡ് സംഭവങ്ങൾ തന്നെയാണോ? അതെ, നാടൻ റാപ്പ് എന്ന് പറഞ്ഞൊരു ജാനറയാണ് ഞാൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ടാറ്റു അടിച്ചു. ഇത് എന്തൊക്കെയാണ്? നാടൻ റാപ്പിന്റെ ഇവിടെ ആന ഉണ്ട്, തെങ്ങുണ്ട്, ചുണ്ടൻ വെള്ളം ഉണ്ട്. ഓ, ചുണ്ടൻ വെള്ളം ഞാൻ തന്നെ ഐഡിയ കൊടുത്തിട്ട് എന്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ്. ഓ, നൈസ്, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അവൻ തന്നെ കൈ ഒരു കൈ, ഒരു വിരൽ. അത് പിന്നെ അവന്റെ കുറച്ചും കൂടി അവന്റെ കൂടി കോൺട്രിബ്യൂഷൻ. കൊള്ളാം. ഇതിന്റെ ജി അല്ല, എനിക്ക് തോന്നുന്നത് വള്ളമാണ് അവൻ വരച്ചേക്കുന്നത്. ഓ, വള്ളത്തിന്റെ ബാക്കിയാണ്. ഓ, നൈസ്. കൊള്ളാം. ഇതുമാതിരി വേറെ വല്ല ക്രിയേറ്റീവ് ടാറ്റൂസ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്റെ ഇവിടെ ഉണ്ട്, അത് പിന്നെ ഇപ്പൊ കാണിക്കാൻ പറ്റും. കുഴപ്പമില്ല. അതെന്താണ്? അത് ഗോട്ടാണ്, ഒരു ആടിന്റെ തലയാണ്. ഞാൻ വിചാരിച്ച ജി ഡോട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അത് തന്നെയാണ്. ഗോട്ടായി മാറിയല്ലോ. ഗോട്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗോട്ടാക്കി അടിച്ചു. അതെ, അപ്പൊ എന്തായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആവുന്നതാണ് ഒരു പക്ഷെ ഇപ്പം ഉടനെ തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓൾറൈറ്റ്, ഓക്കെ. അപ്പം നമ്മുടെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഡാബ്സി ഓർ ഫെജോ? സോറി, പണി കിട്ടിയതൊക്കെ. എനിക്ക് റീസണും വേണം കേട്ടോ. ആരും പിണങ്ങൊന്നും ചെയ്യരുത്, ആരെ സെലക്ട് ചെയ്താലും. വളരെ കഷ്ടപ്പാടാണ് അതിന് ഉത്തരം പറയാൻ. പക്ഷെ ഫെജോ ബൈ. ബിക്കോസ് ഞാൻ കൂടുതൽ ഒരു മ്യൂസിക് ലിറിക്സ് ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഫെജോയുടെ ലിറിക്സ് ആണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഡാബ്സിയുടെ അവിടെ മലബാറി സ്റ്റൈലാണ്. ഒരു 90% എനിക്ക് മനസ്സിലാറില്ല. അതുകൊണ്ട് എനിക്ക് ഫെജോ ആണ്. പക്ഷെ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ മ്യൂസിക്കാലിറ്റീസ് ഡാബ്സിയാണ്.
ഇഷ്ടം, ലിറിക്കലി ഫെജോ ആണ് ഇഷ്ടം. അതാണ് സത്യം. അതെ. ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ ഫെജോ ആണ്, ലിറിക്സ് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് ഫെജോ ആണ്. അതെ അല്ലേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെജോയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചാലോ, തിരുമാലിയുടെ ഏത് വർക്കാണ് ഇഷ്ടം എന്നുള്ളത്? എനിക്ക് തോന്നുന്നു ഫെജോ ദുബായിൽ എന്തോ ആണ്. ഓ, നമുക്ക് വിളിച്ചു നോക്കാം. ഓക്കെ, ഫെജോനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡബ്സീനെ വിളിക്കാം. രണ്ടുപേരെ വിളിച്ചാൽ കിട്ടാൻ പാടുള്ള ആൾക്കാരാ. ആണല്ലേ, ഇപ്പൊ നമ്മള് ഫെജോനെയാണ് വിളിച്ചു നോക്കുന്നത്. താങ്ക് യു. അപ്പൊ നമുക്ക് ഡാബ്സീനെ വിളിച്ചു നോക്കാം എന്നാ. ഓക്കെ, ഫെജോ അടിക്കുന്നില്ല, ഡാബ്സിനെ ട്രൈ ചെയ്ത് നോക്കാം. വെല്ലുവിളി അടിക്കുന്നില്ല. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ശരി. ആർഡ ഓർ റാപ്പ് മണി? എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഫേവറേറ്റ് ആരുടെയാണ്. എന്റെ ഫേവറേറ്റ് റാപ്പ് മണിയാണ്. എന്തുകൊണ്ട്? റാപ്പ് മണി കേട്ടിട്ടുണ്ടോ? ആ, റാപ്പ് മണിയില് അത് എന്റെ ലൈഫ് സ്റ്റോറിയാണ് ആക്ച്വലി. എങ്ങനെ ഒരു 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 ബ്രോക്ക് ആയിട്ടുള്ള ഒരാള് റാപ്പ് മണി ഉണ്ടാക്കി, മണി ഉണ്ടാക്കി, റാപ്പിലൂടെ റാപ്പ് മണി ഉണ്ടാക്കി. അതാണ് എന്റെ സ്റ്റോറി. എന്റെ ഫേവറേറ്റ് അതാണ്. ഓക്കെ, അപ്പം റാപ്പ് മണി നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി. റാപ്പ് മണി, ചില്ലിംഗ് വിത്ത് റാപ്പ് മണി, റാപ്പ് മണി എനിക്ക് പോയില്ല വേറെ പണി, റാപ്പ് മണി, ചില്ലിംഗ് വിത്ത് റാപ്പ് മണി, റാപ്പ് മണി എനിക്ക് പോയില്ല വേറെ പണി, എല്ലാവരും ചോദിക്കുന്നു മോനെ എന്താ പണി, റാപ്പ് തന്നെ പണി, ഇപ്പോ ഇല്ല വേറെ പണി, റാപ്പ് മണി, pocket full of that money, rap money, pocket full of that money. അതാണ് എന്റെ ഹുക്ക്. പോക്കറ്റ് മൊത്തം മണിയാണോ? തള്ളലുണ്ട്, കണ്ണടച്ച് വിശ്വസിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രീം സോങ് കൊളാബ് ആരുമാവാം? ഡ്രീം കൊളാബ് ലിൽ വെയ്ൻ, US ആർട്ടിസ്റ്റ് ആണ്. എന്റെ ഒരു ബിഗസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ് ലിൽ വെയ്ൻ. അപ്പൊ അത് ഡ്രീം കൊളാബ് ആണ്. ഡ്രീം കൊളാബ് ആണ്, ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്പോസിബിൾ അല്ല, നമുക്ക് നടത്തിയെടുക്കാം എന്നുള്ള മോട്ടീവ് ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ശരി, ഫേവറേറ്റ് ലൈൻ ഫ്രം ഓൺ വർക്ക്? ഫേവറേറ്റ് ലൈൻ ഫ്രം ഓൺ വർക്ക്, കഴുത്ത് ചുറ്റും നാക്ക് മാത്രം വിവരം തീരെ കുറവാ. ആരെങ്കിലും ഉദ്ദേശിച്ചത് ഏതാണോ? അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് എന്താണ്, നമ്മളിപ്പോ പൊതുവെ ഇറങ്ങിക്കുമ്പോ ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ കുറ്റം പറയുന്നില്ല, വളരെ ഇങ്ങനെ വാചാലായിട്ട് സംസാരിക്കുന്ന ഒരു അടുത്തറിയും പറയാം, അവരുടെ തലയ്ക്കത്തൊന്നും ആ ഒരു കാഴ്ചപ്പാടിൽ എഴുതിയത്. എല്ലാരും ഉദ്ദേശിച്ച് എഴുതിയല്ലോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം മുന്നേ നമുക്ക് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പീസ് എടുക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ജാവയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിനെ പറ്റി ഒരു കമന്റ്. ഓപ്പറേഷൻ ജാവയില് വർക്ക് ചെയ്യുമ്പോ എനിക്ക് ജെയ്ക്സ് ചേട്ടൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ജെയ്ക്സ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തേ. അപ്പോൾ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഫെജോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ചെന്നു, ജെയ്ക്സ് ചേട്ടനെ മ്യൂസിക് കേൾപ്പിച്ചു, ഇതാണ് പാട്ട്, ഐഡിയ തന്നു, നമ്മൾ എഴുതുന്നു, ഈവനിങ് ആയപ്പോ പാട്ട് റെഡി. അത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു പാട്ടാണ്. അപ്പൊ അത്രയും പ്രതീക്ഷിച്ചായിരുന്നോ ഞാൻ നമ്മൾ ഇന്ന് തീർക്കുന്നത്? പോയതല്ല, ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോകുന്നത്. അപ്പൊ ആള് നമ്മള് പേടിച്ചൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ചെന്നപ്പോ ആള് വേറെ ഫ്രണ്ട്ലി, ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെല്ലാം മ്യൂസീഷ്യൻസ്, അവരെല്ലാം നമുക്ക് ഐഡിയാസ് തരുന്നു. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി, ലൈക്ക് അതുകൊണ്ട് പെട്ടെന്ന് വർക്ക് ചെയ്ത് നമ്മൾ പാട്ട് തീർത്ത് വൈകുന്നേരത്തേക്ക് പാട്ടുണ്ടാക്കി. എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, അതിന്റെ ഒരു രണ്ടുപേരെ നമുക്ക് ഒന്നും കൂടെ കഴിക്കാണോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ നാട്ടിലുണ്ട് ഇന്ന് പല പല ജാതി, ചിലർക്കുണ്ട് പണം, ചിലരെല്ലാം കാലി, ഞാൻ ഓട്ടയടിച്ച് നടന്നത് ഒരു കാലം, തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ അതും ഒരു പാഠം, കരകണ കടലിൽ വല വിശി വലയിൽ തടഞ്ഞത് വലയിൽ തടഞ്ഞത് തിരഞ്ഞെടുത്ത് വിലപേശി, നിലനിൽപ്പ് പ്രശ്നം, പ്രാരാബ്ദം കടക്കെടി, എനിക്ക് ലഭിച്ചത് എല്ലാമേ തുച്ഛം, തിരിച്ചടി. ഇതൊക്കെയാണ് എന്റെ അവരുടെ ലൈഫിൽ നിന്ന് അവരുടെ ലൈഫ് സ്റ്റോറി കാണിക്കുന്നത് ഒപ്പിയെടുത്തിട്ട് നമ്മുടെ ലൈഫിൽ നിന്നും കൂടി ഒപ്പിയെടുത്തിട്ട്. ഓക്കെ, ശരി. ഈ തിരുമാലി എന്ന് പറഞ്ഞ വേർഡ് കള്ളത്തിരുമാലി എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് എടുത്തതാണോ? അതെ, കള്ളത്തിരുമാലി എന്നുള്ള വേർഡാണ് ഈ ഒരു പേരിന് തന്നെ കാരണം.
പിന്നെ കള്ളത്തിരുമാലി എന്നുള്ളത് ഞാൻ കള്ളൻ എന്നുള്ള അടുത്ത് മാറ്റി. അപ്പൊ കുറച്ചൊരു ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ലെന്നല്ല, കേൾക്കുമ്പോ തന്നെ കള്ളത്തിരുമാലി എന്നിട്ട് ആൾക്കാർ ഇനി തെറ്റിദ്ധരിച്ച് പോകണമെന്ന് വിചാരിച്ച് കള്ളം മാറ്റി തിരുമാലി മാത്രമാക്കി. കള്ള ആവശ്യത്തിന് ജീവിക്കണ്ടേ. ഓക്കെ, ക്ലാസിക് യേശുദാസ് സോങ്സിൽ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. ദ ഫേവറേറ്റ്? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാട്ടിന്റെ പേര് കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പാട്ടാണ് ഇഷ്ടം. ഓക്കെ, ശരി. റേറ്റ് ദ റാപ്പേഴ്സ് നമ്മളുടെ നാട്ടില്. എല്ലാരും 10 out of 10 എന്ന് ഞാൻ പറയുള്ളൂ. 1 2 3 4 5 വരെ പറയണം. നമ്മുടെ നാട്ടിലാകെ 5 റാപ്പേഴ്സേ ഉള്ളൂ, വിരലിലാണ് എടുക്കുന്നത്. അതിലെന്റെ ഏറ്റവും നമ്പർ 1 വരുന്ന എന്തായാലും എനിക്കിഷ്ടം MC കൂപ്പർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. MC കൂപ്പറാണ് ലിറിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റാപ്പർ. ദെൻ ഓഫ് കോഴ്സ് ഫെജോ എനിക്കിഷ്ടമാണ്. തേർഡ് എനിക്കിഷ്ടം എസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റാപ്പറാണ്, പക്ഷെ മലയാളിയാണ്, ഇംഗ്ലീഷിലാണ് റാപ്പ് ചെയ്യുന്നത്. എസ് എനിക്കിഷ്ടമാണ്. ദെൻ എനിക്കിഷ്ടം വേടൻ എനിക്ക് 4ാമത്തെ നമ്പറാണ്. പറഞ്ഞു പോയതാണ്. വേടനും നമുക്ക് ഇങ്ങനെ റേറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാരും ഓരോ ടോപ്പ് 1 2 3 ആൾക്കാരാണ്. ഒരാളെയും കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓഫ് കോഴ്സ് ഡാപ്സി. ഓൾറൈറ്റ്. മമ്മൂട്ടി ഫാനാണോ ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടന്റെ ഏതാണ് ഫേവറേറ്റ് മൂവിയൊക്കെ? ലാലേട്ടന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം ലാലേട്ടന്റെ നരസിംഹം, അതുപോലെ തന്നെ രാവണപ്രഭു, ആ മൂവീസ് ഒക്കെയാണ് താല്പര്യം. ഓക്കെ, ശരി. ഇപ്പൊ ഒരുപാട് പാട്ടുകൾ റിമിക്സ് ആയിട്ട് ഇറങ്ങാറുണ്ട്, റൈറ്റ്? അതൊരു മോഡിഫിക്കേഷൻ ആയിട്ടാണോ തോന്നുന്നത്, അതൊരു ഈ ഒരു ഒറിജിനൽ സോങ്ങിനെ കില്ല് ചെയ്യാണല്ലോ ആൾക്കാർ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിലേതാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ നമ്മളിപ്പോ പഴയ കാലത്ത് കുറെ ക്ലാസിക്കുകളും കുറെ മാസ്റ്റർ പീസ് സോങ്ങുകളൊക്കെ പുതിയ ജനറേഷൻ അറിയാതെ കിടക്കുന്ന കുറെ പാട്ടുകളുണ്ട്. അതൊക്കെ റീമിക്സ് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ് ആക്ച്വലി. പക്ഷെ അത് വൃത്തിയായിട്ട് അതിനുള്ളൊരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ശരി, കഴിച്ചില്ലല്ലോ? കഴിക്കാം, കുഴപ്പമില്ല, ഓക്കെയാണ്. ശരി, ഇംഗ്ലീഷ് റാപ്പേഴ്സിലൊക്കെ ഫേവറേറ്റ്സ് ആരായിരുന്നു? ഞാനിപ്പം നേരത്തെ പറഞ്ഞത് ലിൽ വെയ്ൻ ആണ് എന്റെ ഏറ്റവും ഇൻഫ്ലുവൻസ്. എമിനം, ഡ്രേക്ക്, കെൻഡ്രിക് ലമാർ, അങ്ങനെ പേരുണ്ട്, ജെ കോൾ. ഓക്കെ, അപ്പൊ എനിക്ക് ആക്ച്വലി വൈഫ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഹൈപ്പോത്തറ്റിക്കലി ഓക്കെ, ചേച്ചി എന്നെ ഒന്നും ചെയ്തത്. ഓക്കെ, ഒരു ഫാനിനെ ഡേറ്റ് ചെയ്യുമായിരുന്നോ? ഫാനെ ഡേറ്റ് ചെയ്യില്ല. ഇല്ല, എന്തുകൊണ്ട്? ഫാൻസിനൊക്കെ വിഷമം ഇങ്ങനെ പറയല്ലേ? ഫാനെ ഡേറ്റ് ചെയ്യുന്ന വെച്ചാല് ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ പാട്ട് കേട്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അയാൾക്ക് വിഷ്ണു എന്ന എന്നെ പേഴ്സണലായിട്ട് അറിയില്ല. ആ പാട്ട് പാടുന്ന തിരുമാലിനെയാണ് അവർ ആദ്യമേ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അവര് എന്നോട് അടുത്ത് വരുമ്പോ ചിലപ്പോ അവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അപ്പൊ വെറുതെ എന്തിനാ അവരെ വെറുപ്പിക്കുന്നത്? ഫാനായിട്ട് തന്നെ ഇരിക്കട്ടെ. അല്ലേ? ഓക്കെ, ശരി. അപ്പം ലവ് മാരേജ് ആയിരുന്നോ തുഷാർ ചേച്ചിയായിട്ട്? ലവ് ആൻഡ് അറേഞ്ച് ആയിരുന്നു. സ്കൂൾ വിട്ടിട്ടുള്ള എത്ര നാളോ? കോളേജ് മേറ്റ് ആയിരുന്നു. അങ്ങനെ റാപ്പൊക്കെ പാടി വീഴ്ത്തിയതാണോ? അല്ല റാപ്പർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഉള്ളതാണ്. ഞങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരുമോ? ലവ് സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. ലവ് മാരേജ് ആണ്, ലവ് സ്റ്റോറി ഒന്നും ഇല്ലാതാണോ? സാധാരണ പോലെ നമ്മള് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടു, പുറകെ നടന്നു വളച്ചെടുത്തു. പിന്നെ എന്ത് മൂവിലാണ് ചേച്ചി വീണത്? അങ്ങനെ ചോദിച്ചാൽ അന്ന് എനിക്ക് ഇതുപോലെ എന്താ പറയാ, അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റിയ വലിയ ഇതൊന്നും ഉള്ള ആളല്ലായിരുന്നു, സാധാരണ ആളായിരുന്നു. അപ്പോഴേക്ക് ആ സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരേ വൈബാണെന്ന് മനസ്സിലായപ്പം കണ്ടിന്യൂ ചെയ്ത സംസാരം. അതാണ് സംസാരത്തിൽ കൂടെ അത് കോളേജ് കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ബ്രേക്കപ്പ് ആയി, നമ്മളാ സംസാരം നിർത്തിയില്ല. ആ ഒരു സംസാരത്തിന്റെ ഒരു പവർ തന്നെയാണ് നമ്മൾ റാപ്പിലേക്കും എത്തിയതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ചേട്ടന്റെ ലവ് ലൈഫിനെ പറ്റി ഒരു വരി പറയോ? പുതിയൊരു വരി ഉണ്ടാക്കാമോ?
മേക്ക് എ ലൈൻ അബൌട്ട് യുവർ ലവ് ലൈഫ്. അങ്ങനെ ചോദിച്ചാല് പ്രണയം ദുഃഖമാണ്, സിംഗിൾ ലൈഫ് അല്ല സുഖപ്രദം. കല്യാണം വീട്ടിൽ കയറ്റും തോന്നണല്ലോ ഇന്ന്. കല്യാണം കഴിച്ചോണ്ട് ഒരിക്കലും ഇതിനെപ്പറ്റി. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, കഴിച്ചു നോക്കിയാലോ? അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നമ്മളിപ്പം ഡ്രിങ്ക് ലാബിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്, മൈൽ സ്റ്റോണിന്റെ ആൾക്കാർ. അതുകൊണ്ടാണ് ചേട്ടനെ ഇങ്ങോട്ട് തന്നെ തിരുമാലിനെയും കൊണ്ട് നമ്മൾ ഡ്രിങ്ക് ലാബിലേക്ക് വന്നത്. ഓക്കെ, അപ്പം സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ആരാ? ഒരു പോപ്പ് സിംഗർ ആണ്, കമീലിയ എന്ന് പറയുന്നത്. കമീലിയ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ആൾക്കാരോടൊന്നും തോന്നിയിട്ടില്ല സെലിബ്രിറ്റി ക്രഷ്? ഇന്ത്യൻ ആൾക്കാരിൽ എടുത്തു പറയാനും സാനി അയ്യപ്പൻ. സാനി അയ്യപ്പനോട് ക്രഷ് വന്നിട്ടുണ്ട്? എപ്പോഴാണ്? എനിക്ക് അതിന്റെ ആ ചങ്സ് സിനിമ ഇറങ്ങിയ ആ സപ്പഴാന്ന് തോന്നുന്നു. ക്വീൻ മൂവിയായിരുന്നു. ശരി, would you let your girlfriend or wife meet her ex? Her ex? എന്റെ ex ആണോ? Her ex? ഇല്ല, of course not. ഇല്ല, സമ്മതിക്കില്ല. ഞാൻ ടോക്സിക് ആണ്. ശരി, ഫസ്റ്റ് വേർഡ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, ഒറ്റ വേർഡിൽ പറയണം. ഓൾറൈറ്റ്? ഫെജോ. ഒരു പച്ച മനുഷ്യൻ. ഓക്കെ, തഡ്വൈസർ. ഈസ് എ ജീനിയസ്. തൊപ്പി. ഫണ്ണി ഗൈ. റിയലി ഗുഡ് ടു വർക്ക് വിത്ത്. സാമ്പാറിലും റിയൽ ലൈഫിലും ഫണ്ണി ആയിട്ടുള്ള ആളാണ്. അതെ, ശരി. ഡാബ്സി ഈസ് ലൈക്ക് അഗ്രസീവ് ആയിട്ടുള്ള ആളാണ്. ആണോ? ലൈക്ക് ഒരു ദേഷ്യക്കാരനാണ്. ഓ, കെലിപ്പൻ. ഓക്കേ, കെലിപ്പൻ. വേടൻ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യ സ്നേഹിയും ഭൂമി സ്നേഹിയുമായിട്ടുള്ള ഒരു പച്ചയ മനുഷ്യൻ. ഓക്കേ, ബേബി ജീൻ ഒരു ചിൽഗയാണ്. ശരി. ജയസ്റ്റെല്ലാർ ഓൾസോ ജീനിയസ് ആണ്. വെരി ജീനിയസ്. ഓക്കേ, ശരി. ആർക്കാഡോ ഈസ് മാഡ്ലി ജീനിയസ്. ഓ, ഇതിപ്പോ എല്ലാരും കുറെ പേര് ജീനിയസ് ആണ്, കുറെ പേര് ഭയങ്കര ഗ്രേറ്റ് ആണ്. ഇവരൊക്കെ ഞാൻ ജീനിയസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല. അത് മാത്രല്ല, ഇവരുടെ വർക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവരോട് വർക്ക് ചെയ്യുന്നത്. ശരി, ഓൾറൈറ്റ്. ഓക്കെ, ഇപ്പം ചില റാപ്പേഴ്സ് ലൈക്ക് ഇപ്പം വേടനൊക്കെ പൊളിറ്റിക്സിനെ പറ്റി നല്ല രീതിയിൽ റാപ്പിലൂടെ കൺവേ ചെയ്യാറുണ്ട്. അപ്പം ചേട്ടന്റെ ഭാഗത്തുനിന്ന്, തിരുമാലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്സിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓൾറെഡി വർക്കിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ റിലീജിയസ് വ്യൂസിനെ പറ്റിയുള്ള അതിന്റെ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയുള്ള പാട്ടാണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അപ്പം വാട്ട് ഈസ് യുവർ ചിന്താഗതി ഓൺ ദാറ്റ്? അതായത് ഇപ്പം നമ്മള് ഇങ്ങനത്തെ ഒരു ജാതി മത സംഭവങ്ങൾ വേണ്ട, എന്തിനാണ് എന്നുള്ള രീതിയിലാണോ, അതോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ ഡിസിപ്ലിൻ കൈൻഡ് ഓഫ് തിങ് എന്നുള്ളതാണോ? ആ ഡിസിപ്ലിനും കാര്യമൊക്കെ വരുമ്പോ ഓക്കെയാണ്. ഒരു എന്താ പറയാ, ആൾക്കാർക്ക് ഇപ്പൊ ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതില്ലാതെ വരുമ്പോഴാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. റിലീജിയൻ കുറച്ച് നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ടും കാർന്നിരുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എന്താണ്, നമ്മുടെ ന്യൂ ജനറേഷൻ പുറത്തോട്ട് പോകാനും കാരണം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് വരും. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ഇതുപോലുള്ള റിലീജിയസ് വ്യൂസ്, ഇതെല്ലാം കാരണമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പോണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർക്ക്. യങ്സ്റ്റേഴ്സിന് ഇവിടെ തീരെ നിൽക്കാൻ താല്പര്യമില്ല. എന്റെ ഒരു ഫ്രണ്ട്സും ഇവിടെ നാട്ടിലില്ല. എനിക്ക് ആരുമില്ല. സത്യം പറയാം, എന്നോട് പഠിച്ച ഒരു 10 വർഷമായിട്ട് ഞാൻ സമ്പാദിച്ച എല്ലാ ഫ്രണ്ട്സും പുറത്തുപോയി, ഞാൻ മാത്രം. അപ്പം ഇവർക്ക് എല്ലാവർക്കും പൊളിറ്റിക്സിന്റെ തന്നെ രീതിയിൽ അവർ സംസാരിക്കുന്ന കാണാം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് തീരെ, ഇപ്പം വീട്ടുകാരായിരുന്നു മുന്നേ ഫ്രീഡം തരാത്തത്. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും രാത്രി പുറത്തിറങ്ങുമ്പോ എന്തിനാണ് ഇവിടെ നിന്ന് നമ്മുടെ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ, ആ ഒരു ഇഷ്യൂ. ശരി, ഹൗ ഡു യു സേവ് മണി? 3 ways. കുറെ റാപ്പ് മണി പോക്കറ്റിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് റാപ്പ് മണിയൊക്കെ 3 രീതിയിൽ സേവ് ചെയ്യുന്നത്?
ഞാൻ അത്ര നല്ലതായിട്ട് ക്യാഷ് മാനേജ് ചെയ്യുന്ന ആളല്ല. അപ്പൊ ചേച്ചിയാണോ എല്ലാം മാനേജ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം സേവ് ചെയ്യുന്നതിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. സംബന്ധത്തിൽ ഇപ്പൊ ഞാൻ യങ്ങല്ലേ, ഞാനും വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ കുറച്ച് അടിച്ചു പൊളിക്കാനുള്ള മൂഡിലാണ്. എനിക്ക് 29 ആയിട്ടുള്ളൂ. ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇപ്പൊ നമ്മള് ഇപ്പഴേ സേവ് ചെയ്ത് മറ്റേ അമ്മാവന്മാരെ പോലെ ഉണ്ട്. ഇപ്പൊ കുറച്ച് അടിച്ചു പൊളിക്കാന്നുള്ള മൈൻഡിലാണ്. സേവിങ്സ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് FD ചെയ്യും, പിന്നെ ഇൻവെസ്റ്റ് ബോൺസ് മേടിക്കും, സ്റ്റോക്സ് മേടിക്കും. ഇതൊക്കെയാണ് യൂഷ്വലി. ഇങ്ങനെയൊക്കെയാണ് സേവ് അതും വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ഓക്കെ. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആർട്ടിസ്റ്റിന്റെ സ്റ്റൈൽ ആൻഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഓക്കെ, അപ്പം മുന്നേ ഇങ്ങനത്തെ ഭയങ്കര സ്റ്റൈലിഷ് പേഴ്സൺ ആയിരുന്നോ, അതോ സ്റ്റൈലിസ്റ്റിനെ വെച്ച് ഇത് മാറിയതാണോ, അല്ലെങ്കിൽ വർക്ക്സ് ഒക്കെ വരുമ്പം എനിക്ക് ഈ ഒരു ലുക്ക് വേണം? ഇപ്പം നമ്മൾ തിരിച്ചോല് ലാസ്റ്റ് കണ്ടപ്പോഴാണെങ്കിൽ സാമ്പാർ ഡിഫറെന്റ് ലുക്സ് ആണ് ഓരോത്തിലും. അപ്പൊ ഭയങ്കര രസമാണ് കാണും. ഹെയർ ബ്രെയ്ഡ്സ് ആണെങ്കിലും കുറെ മുടിയുണ്ട് ഇപ്പൊ വെട്ടിക്കളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് അപ്പൊ ഈ ഫുൾ സ്റ്റൈലിങ് എന്താണ് പറയാ, ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഹിപ്പ് ഹോപ്പ് ഫാഷൻ വളരെ ലോകത്തിൽ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഫാഷനാണ്, എല്ലാവരും ഫോളോ ചെയ്യുന്ന. അപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അതിന്റെ രീതി ഫാഷനബിൾ ആണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയാം, ഞാൻ അത്രയ്ക്ക് ഇതിലേക്ക് ഇപ്പം എന്താ പറയാ, എറണാകുളത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മുടെ കോസ്റ്റ്യൂംസ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എല്ലാ ആൾക്കാരും നോക്കും. ഇത് വൃത്തിയായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യണതാണോ അതോ സ്റ്റൈലിസ്റ്റിനെ വെച്ച്? സ്റ്റൈലിസ്റ്റ് വെച്ച് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അത്രയ്ക്ക് ഐഡിയ ഇല്ല. ഞാൻ ചെയ്യുന്നത് ടെറിബിൾ ആയി പോകും. അതെയോ? ഓക്കെ. അപ്പം പാപ്പരാസീസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് പാപ്പരാസീസ് ട്രീറ്റ് ചെയ്യുന്ന രീതി? പാപ്പരാസീസ് അങ്ങനത്തെ എൻകൗണ്ടേഴ്സ് നമുക്ക് ഇവിടെ പാപ്പരാസിനോട് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് ആർട്ടിസ്റ്റുകളായിരിക്കും അത് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, പുറത്തൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട, ഇവിടത്തെ നമ്മുടെ നാട്ടുകാര് എങ്ങനെയാണ് കാണുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി? എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് എന്താണ് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ മടിയൊക്കെ ആയിട്ട് പോകും. കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും. അതൊക്കെയാണ് നല്ല എക്സ്പീരിയൻസ് ആണ്, അല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല. ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ വഴി ഈ ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വന്നപ്പോ ഞാൻ അതിന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനും യൂട്യൂബ് വീഡിയോസിനും ഒക്കെ കുറെ ഒരു കാരണമില്ലാതെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരു കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ആദ്യമായിട്ടാണ് അനുഭവം അങ്ങനെ. അപ്പൊ ഞാനിതിനെല്ലാം റിപ്ലൈ കൊടുത്തു, അവർക്ക് DM-ലെല്ലാം മെസ്സേജ് ചെറിയ രീതിയിൽ കസവിച്ച. അത് കഴിഞ്ഞ മനസ്സിൽ ഇതെല്ലാം ബോട്ടാണ്, ഒറിജിനൽ അല്ല. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. എന്താണ് അവര് പറഞ്ഞത്? എന്തിനെ പറ്റിയാ? മ്യൂസിക്കിനെ പറ്റിയാണോ? മ്യൂസിക്കിനെ പറ്റിയും പിന്നെ നമ്മുടെ വർക്കിനെ പറ്റിയുള്ള കുറ്റങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഇതിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം ട്രിഗറായിട്ട് നമ്മൾ മെസ്സേജ്. ഇങ്ങനെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടുള്ളല്ലാതെ അടുത്ത് നമുക്കൊരു അനുഭവം ഉണ്ടായപ്പോ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ബോട്ട്സ് ആണെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഹാവ് യു ഹാഡ് എനി ബീഫ് വിത്ത് എനി ഓഫ് യുവർ കൊളീഗ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്? ഇല്ല, നമ്മളെല്ലാരും കുറച്ച് എന്താണ് ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ആരും അങ്ങനെ ബീഫ് ശാന്ത സ്വഭാവക്കാർ. പിന്നെ നമ്മളെല്ലാരും ഈ ഒരു ടൗട്ടത്തുള്ള കേരളം എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലമുള്ളൂ. ഓക്കെ, ശരി. ശാന്ത സ്വഭാവം. നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം കഴിഞ്ഞു. നമ്മളെല്ലാരും കാണേണ്ട ആൾക്കാരാണ്. വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന സമയങ്ങളുള്ള ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചില പുറത്തൊക്കെ നല്ല രീതിയിൽ ബാറ്റിൽസ് കാണാറുണ്ട്. ഇപ്പം ഡാൻസിന്റെ ആണെങ്കിലും റാപ്പ് ബാറ്റിൽസ് ആണെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുമോ ഈ ഇടയ്ക്ക് എങ്ങാനും? നമ്മള് അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. ഇപ്പം ബേസിക്കലി മ്യൂസിക് ആൽബംസും സോങ്സും ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ ഇതിന്റെ പല കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഈ ഒരു കൊല്ലം ഒരുപാട് പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇപ്പം ഒച്ച ഫ്രീ ഗ്രൗണ്ടിന്റെ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കപ്പ കൾച്ചറിന്റെ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പ്രോഗ്രാംസ് നമ്പർ ഓഫ് പ്രോഗ്രാംസ് ആർ ഇൻക്രീസിങ് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് നമുക്ക് രണ്ട് റാപ്പേഴ്സിനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ബാറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ആൾക്കാർക്ക് ഒരു പുതിയ ഓഡിയൻസിന് പുതിയൊരു അനുഭവം ആയിരിക്കും. പിന്നെ നമ്മളൊരു കൾച്ചറിന് ഒരു പുഷ് ആയിരിക്കും അത്.
അപ്പൊ അതങ്ങനെ ഒരു സംഭവം പ്ലാനിങ് ഓൾറെഡി ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് നമുക്ക് നിങ്ങളെല്ലാരും മലയാളത്തിലും കൂടിയാണ് പറയുന്നത്, അപ്പൊ നമുക്ക് ആ ഒരു കണക്ഷൻ വളരെ കൂടുതലായിരിക്കും. എന്തായാലും ഒരു ഓ ഫാക്ടർ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി. ഇപ്പം ഗലി ബോയ് മൂവി കണ്ടിട്ടുണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി തന്നെയാണ് അബൌട്ട് ഒരു റാഗ്സ് ടു റിച്ചസ് റാപ്പറിന്റെ അല്ലേ? അപ്പൊ അതിൽ ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള എന്ത് കാര്യമായിരുന്നു? അതിലേറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതില് ഇതുപോലെ ഒരു റാപ്പ് ബാറ്റിൽ നടക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് റാപ്പ് ബാറ്റില് എന്നിട്ട് അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഗല്ലിബോട്ട് അഭിനയിക്കുന്ന റൺബീറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇയാളെ റാപ്പ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ അയാളെ പ്യൂർലി ഡിസ്റെസ്പെക്ടിങ് ആണ്, ഇൻസൾട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവനെ പൂർണ്ണമായിട്ടും ഇൻസൾട്ട് ചെയ്ത് ഡിസ്റെസ്പെക്ട് ചെയ്ത് റാപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ അവിടുന്ന് അവൻ ആ ഒരു ഇൻസൾട്ട് മറികടന്ന് ആ ബാറ്റിൽ ജയിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതൊരു ഒരു ഇൻസ്പിറേഷൻ ആണ്. അതാണ് എല്ലാ റാപ്പേഴ്സിനും വേണ്ട ഒരു മെന്റാലിറ്റി. റാപ്പേഴ്സ് എന്നല്ല, മനുഷ്യർക്കാണെങ്കിലും വേണ്ട ഒരു മെന്റാലിറ്റി അതാണ്. നമുക്ക് ഇൻസൾട്ടും എല്ലാം വരും, അതിനെ നമ്മൾ ഫേസ് ചെയ്യുക. ഓക്കെ, ശരി. വാട്ട് ഈസ് യുവർ ഗോ ടു ഗോ ഡാൻസ് മൂവ്? എന്തെങ്കിലും നടക്കുമ്പോ എന്താണ്? എന്റെ സാധനം ഇതാണ്, ഇങ്ങനെ അതാണ് എല്ലാ പാട്ടിന്റെ വീഡിയോ കാണാം. ഓക്കെ, അതല്ലാതെ ഡാൻസ് കളിക്കോ? ഞാൻ ആക്ച്വലി ഡാൻസർ ആകാൻ വേണ്ടി ഇറങ്ങി റാപ്പറായ ഒരാളാണ്. ഡാൻസർ ആകാൻ വേണ്ടി മൈക്കിൾ ജാക്സന്റെ പാട്ട് കണ്ട് ഡാൻസ് കളിച്ച് അവസാനം റാപ്പറായ ആളാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്റെ കൂടെ ഡാൻസ് കളിക്കാം. എന്നെ ഡാൻസ് പഠിപ്പിച്ച് നമ്മളൊരു ഡാൻസ് കളിക്കുന്നു. ഓക്കെ, ശരി. ഓൾറൈറ്റ്. വാട്ട് ഡു യു ലവ് ആൻഡ് ഹേറ്റ് അബൌട്ട് യുവർ സെൽഫ്? What do you love and hate about yourself? വളരെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആലോചിച്ചോളൂ. ഏറ്റവും സംഭവം വെച്ചാല് കൂടുതൽ ഞാൻ ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ നിൽക്കാറില്ല. ഇത് ലവ് ആണോ ഹേറ്റ് ആണോ? അതിഷ്ടമാണോ? രണ്ട് സൈഡ് ഞാൻ പറയാം. അതായത് ആൾക്കാരുമായിട്ട് ഇപ്പൊ ഞാൻ കൂടുതൽ ഇപ്പം സോഷ്യലൈസിംഗിൽ നിൽക്കാറില്ല. അത് ഒരു കണക്കിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, പല അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ പറയണ്ട. അതെ അതെ. പക്ഷെ ചില സമയത്ത് നമുക്കത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, വാട്ട് ഡു യു ലവ് ദ മോസ്റ്റ് അബൌട്ട് യുവർസെൽഫ്? ഇന്റൻഷൻ. ഞാനിപ്പം ഒരാളുടെ അടുത്ത് പോയാലും അല്ല എന്ത് ചെയ്താലും ഒരു പ്യൂർ ഇന്റൻഷൻ വെക്കും. അത് കിട്ടാത്തപ്പോഴാണ് ഞാൻ പലയിടത്തും ആൾക്കാരോട് എല്ലാവരുടെയും ഇന്റൻഷൻ, ചിലർ വരുന്നത് പൈസ ഉണ്ടാക്കാനില്ല, ചിലർ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമായിട്ട് വരുന്നത്. ഞാനിപ്പോ ഒരു പ്യൂർ ഇന്റൻഷൻ വെച്ചിട്ട് ചെയ്യും. അതിപ്പോ ഏത് പാട്ടാണെങ്കിലും ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വഭാവം. ഓക്കെ, ശരി. ഓൾറൈറ്റ്. നെക്സ്റ്റ് വൺ, an interesting story about your love life that comes to your mind. Important story. ഒരു രസകരമായ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇപ്പൊ എത്ര നാളെ ഇപ്പൊ തുഷാര ചേച്ചിയായിട്ട് ഒരുമിച്ച്? ഒരു 10 years ആയി. 10 years. അപ്പം റാപ്പിന്റെ ഫുൾ ടൈമില് ചേച്ചിയും ഉണ്ട്. അപ്പൊ ഇത്രയും നാള് നിന്ന് ചേച്ചിയുടെ കൂടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ഇതുപോലെ നമ്മള് ഇവിടെ എറണാകുളത്ത് അവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ആതിരപ്പള്ളിക്ക് ട്രിപ്പ് പോയി. ബൈക്കല്ല, KSRTC ബസ്. KSRTC ബസ്സിന് പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ച് ബസ് കിട്ടിയില്ല. അയ്യോ, ചേച്ചിക്ക് വീട്ടിൽ കയറണമായിരുന്നോ? പിറ്റേ ദിവസം ജോലിക്ക് കയറണം. അങ്ങനെ നമ്മളവിടെ പെട്ടുപോയി. പിന്നെ നല്ല മഴയും, ഇതുപോലെ ജൂലൈ മാസം ഭയങ്കര മഴയുള്ള സമയത്ത് അവിടെ പെട്ടുപോയി. അങ്ങനെ അവിടുന്ന് ഇന്ന് പോസ്റ്റ് അടിച്ച് പിറ്റേ ദിവസം രാവിലെ വന്നു. അതാണ് ഇപ്പം ആ പണി കിട്ടിയ ദിവസമാണ് ഇൻട്രസ്റ്റിംഗ് ഡേ ആയിട്ട് മാറിയത്. ഓക്കെ, ശരി. ഈ ഇടയ്ക്ക് ശ്രീനാഥ് ബാസിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളുടെ ഓഡിയൻസിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു ലൈവ് പെർഫോമൻസ് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അതിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ പുറത്തൊക്കെ ഇപ്പം വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളുടെ പാട്ടിൽ ഉൾപ്പെടെ ഇൻസൾട്ടും ഇതുപോലെയുള്ള കസ് വേർഡ്സ് ഇതൊക്കെ വരാറുണ്ട്, കസിങ് ഒക്കെ ചെയ്യാറുണ്ട്. അത് അവരുടെ പാർട്ട് ഓഫ് ദ കൾച്ചർ. അത് എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസും ആണ് അവിടെ ഉള്ളത്. ആദിവാസി പറയുന്നത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ നല്ല രസമാണ്. അത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതെനിക്ക് തോന്നുന്ന കൾച്ചറൽ ഡിഫറൻസും ആ ലാംഗ്വേജിന്റെ ഒരു
നമ്മുടെ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ആയിരിക്കും. നമ്മളിപ്പോ സെയിം ആൾക്കാർ ഇപ്പൊ ആരുടെയാണ് പുറത്തൊരു ആർട്ടിസ്റ്റിനെ പോയി കണ്ട് അവര് തെറി വിളിക്കുന്നിട്ട് നമ്മൾ കൈ കൊട്ടും. ശരിയാണ്. ഇപ്പം വാപ്പ് സോങ്ങും കാര്യങ്ങളൊക്കെ എത്രയോ സോങ്സ് കംപ്ലീറ്റ്ലി അൺകൺവെൻഷണൽ ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഈ സെയിം ആൾക്കാർ തന്നെയാണ് ഇത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു സൈഡും ഉണ്ട് ഇതിന്. പിന്നെ നമ്മള് നമ്മളിപ്പോ നമ്മള് ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതും മോശമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല. അതൊരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആരുടെയും നമ്മളുടെ ദ ഫേമസ് യൂസേജ് ഓഫ് കേരള ഉണ്ടായിരുന്നു. അതെ. അപ്പം അങ്ങനെ അത് ചേട്ടന്റെ ഓഡിയൻസ്, തിരുമാലിയുടെ ഓഡിയൻസ് എങ്ങനെയാണ് അത് ഏറ്റെടുത്തത്? ആക്ച്വലി എനിക്ക് ആ പാട്ട് ഇറക്കുമ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ഇത് എടുക്കുമെന്നുള്ളത്. കാരണം നമ്മള് ഇന്റർനെറ്റിലൊക്കെ എല്ലാരും ഓപ്പൺ ആയിട്ട് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മളൊരു പാട്ടായിട്ട് ഇറക്കുമ്പോ ചിലപ്പോ അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. അത് നല്ല രീതിയിൽ വർക്കായി. ആൾക്കാർക്ക് ആ പാട്ട് മതിയായിരുന്നു ആ സമയത്ത്. സ്കൂൾ കോളേജ് പെർഫോമൻസിനൊക്കെ അത് പാടാൻ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യും ആൾക്കാർ. എന്നിട്ട് പാടിയോ? പാടും. ചില സ്ഥലത്ത് പാടത്തില്ല, ചിലര് നേരത്തെ റിക്വസ്റ്റ് ചെയ്യും പാടണ്ടെന്ന്. അത് മാത്രം പാടരുത്. പിന്നെ ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മുടെ ഓൾഡർ ജനറേഷൻ ഒക്കെ ഇത് ഭയങ്കര ഒരു അയ്യോ ഇതെന്താണ് എന്നുള്ള ഒരു രീതിയിൽ അവരെടുക്കുമായിരിക്കും ഒരു പക്ഷെ. അപ്പം നമ്മുടെ ആ പാട്ടൊന്ന് എല്ലാവർക്കും കൂടെ. ഇതൊരു ഡിസ് ഗാനം, വൺ ഓഫ് മൈ ബെസ്റ്റ് ഗാനം, റെപ്രസെന്റിങ് മലയാളം, അത് തന്നെ ശിഷ്ടകാലം. ഹേറ്റേഴ്സ് എല്ലാം തോന്നെ 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 വർത്തമാനം, ഒതൈനോവിസ് നാടകം അവശിഷ്ട ലോകം. അത് പോട്ടെ, ഓൺലൈനിൽ ആങ്ങളമാർ, ഗാന്ധാരിയുടെ കലിപ്പന്മാർ, കുലപുരുഷൻ ഭാരതരത്നം വിമർശിച്ചവരോ കോമഡി താരം, നീയൊക്കെ ഈ ഭൂമിക്ക് ഭാരം, ഇവനൊക്കെയാണ് നാടിന്റെ ശാപം, ഓൺലൈനിലെ സദാചാരം, ഇൻബോക്സിൽ ഗുണവധികാരം. ഓക്കെ, അതിന്റെ മെയിൻ ഭാഗം കൂടെ പാടി നമുക്ക്. ശരി, അത് നമ്മൾ യൂട്യൂബിൽ സെൻസേർഡ് ബീപ്പ്. ഓക്കെ, ശരി. അപ്പൊ നമ്മളുടെ മലയാളി ഓഡിയൻസ് എന്ത് രീതിയിലാണ് തിരുമാലിനെ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് എന്നൊന്ന് നമ്മുടെ ആൾക്കാരോടൊന്ന് പറഞ്ഞു കൊടുക്കോ? എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മലയാളം റാപ്പിന്റെ പയനിയേഴ്സ് എന്നുള്ള രീതിയിലാണ്, തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ്. എന്താണ് ഈ മലയാളിട എന്നുള്ള സോങ് ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഈ ജാനറ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തോണ്ടിരുന്നത്. അതിനു മുമ്പ് ഒരു അമച്വർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കി എടുത്തത്. അതിനുശേഷമാണ് ഇത്രയും വലിയൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ഈ 5 വർഷത്തിനിടയ്ക്ക്. എനിക്ക് തോന്നുന്ന ഈ ഒരു മേ ബി തലതൊട്ടപ്പനായിട്ടായിരിക്കും ആൾക്കാർ കാണുന്നത്. എന്തായാലും അപ്പൊ അതാണ് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം തോന്നിയിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളീസിന് വേണ്ടി നമ്മുടെ മലയാളിട നമ്മൾ പറഞ്ഞ് നമ്മൾ പാടി നമുക്ക് ഇത് നിർത്താം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യണം. നേരത്തെ പറഞ്ഞായിരുന്നു മൈക്കിൾ ജാക്സന്റെ സംഭവങ്ങളൊക്കെ കണ്ട് ഡാൻസർ ആവാൻ വേണ്ടി റാപ്പർ ആയ പുള്ളിയാണ്. ഓക്കെ, ശരി. അപ്പം നമുക്ക് മലയാളിടയോടെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. ചെണ്ടമേളം, തപ്പ്, കുഴൽ, വിളി, നാദം, തക 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 തരികിട മേളം, തകിൽ നാദസ്വരം, പുലികളിയാട്ടം, ഇത് എന്റെ നാട് ഭൂമി മലയാളം, മാമല നാട്, മലയാള നാട്, മാവലി വാണൊരു നാട്, മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്കു പിരിച്ചൊരു പോക്ക്, കാടിളക്കി വരുന്ന മതയാന, വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച, ഭീഷണി വേണ്ട അത് മുതലാകൂല, ഏഷണി കൂട്ടാൻ നോക്കണ്ട വേഗൂല, നരകത്തിലൊരു തരി വെളിച്ചം, പതനത്തിലും തല ഉയർത്തിയ ചരിത്രം, ഇവിടാരാന്റെ തന്തയ്ക്ക് ഭ്രാന്തെന്ന് കേട്ടാ ഞങ്ങൾ വാളെടുക്കില്ല, ചുമ വീം വെള്ളക്കില്ല മോനെ, മലയാളിക്കെന്താടാ കേട്ടോ മലയാളി പുലിയാടാ, ചുമ സടകുട്ടം ഉണർന്നാൽ അടപടലം, നിന്റെ കഥ കഴിയും പോട്ടാ. ഇതാണ് മലയാളിട. അപ്പം മലയാളികളുടെ സ്വന്തം തിരുമാലിയെ എനിക്ക് ഇത്രയും നേരം സംസാരിക്കാൻ കിട്ടിയതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.